Hi friends, welcome back to Faihaz recipe. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പിസ്താഷ്യോ കുൽഫി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഏകദേശം 1 ലിറ്ററോളം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിലോട്ടൊരു 5-6 ഏലക്കായ ഒന്ന് പൊളിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഇതിൽ നിന്ന് ഞാൻ ഒരു 2 കപ്പ് ഏകദേശം 2 തവി പാല് വേറൊരു ബോളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് ഏകദേശം ഈ 1 ലിറ്റർ പാൽ ഒരു 3/4 ലിറ്ററാക്കി മാറ്റിയെടുക്കണം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ നന്നായിട്ട് അടിക്കൊന്നും പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്ന ആ ഒരു സമയത്ത് ഞാനിതിലോട്ട് 1 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാൽപ്പൊടി ഒട്ടും കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഏകദേശം കുറച്ച് കട്ടി കുറഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിൽ നിന്ന് ആ ഒരു ഏലക്കായ എല്ലാം മാറ്റിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ പൊടിച്ചിട്ട് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് ഒഴിവാക്കാം. ഞാൻ ഏലക്കായ പൊടിച്ചിട്ട് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഏലക്കായ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നത്. ഇനി ഞാനിത് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം സാഫ്രോൺ മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു ചെറിയൊരു യെല്ലോയിഷ് കളറിന് വേണ്ടിയിട്ടാണ്, നല്ലൊരു ഫ്ലേവറും കൂടിയാണ് ഈ ഒരു സാഫ്രോൺ മിൽക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോൺഫ്ലവറിൻ്റെയും പാലിൻ്റെയും മിക്സ്ചർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. നന്നായിട്ട് കട്ട് ചെയ്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് പിസ്താഷ്യോ കുൽഫി ആയതുകൊണ്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് പിസ്ത ഒന്ന് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ച് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഒരു 2-3 ടേബിൾ സ്പൂണോളം പിസ്താഷ്യോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു കുൽഫിയുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഐസ്ക്രീം മോൾഡിലോട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോട്ടോ ഒഴിച്ച് വെച്ചിട്ട് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്നപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിലോട്ട് കുറച്ചൊരു പിസ്ത ക്രഷ് ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ഫസ്റ്റ് ടോപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ആ ഒരു കുൽഫിയുടെ മിക്സ്ചർ ഈ ഒരു മോൾഡിലോട്ട് വെച്ച് കൊടുക്കുന്നത്. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 8 മണിക്കൂറോളം ഫ്രീസറിൽ നന്നായിട്ട് സെറ്റ് ആവാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി ഐസ്ക്രീം മോൾഡ് ഇല്ലാത്തവർക്ക് ഒരു പേപ്പർ ഗ്ലാസ്സിൽ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒന്ന് സെറ്റായി വരുന്നതിന് മുമ്പ് എൻ്റെ മോളെടുത്ത് കഴിച്ചു കേട്ടോ, അതുകൊണ്ടാണ് അതിലൊന്ന് മിസ്സായത്. ഇനി നമുക്കൊരു തണുത്ത വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇത് മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് പതുക്കെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു കുൽഫി റെസിപ്പിയാണത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കുൽഫി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.